ഇന്ന് ഹസ്ബൻഡിൻ്റെ ലഞ്ചിൽ രാത്രിയിലുണ്ടാക്കിയ ചെമ്മീൻ ഫ്രൈയും പിന്നെ രാവിലെ ദോശയാക്കിയിട്ട് കൊടുത്തു. അപ്പോൾ എനിക്കും കുട്ടിക്കും കഴിക്കാൻ ലഞ്ചിന് ഒന്നുമില്ല. അപ്പം ഞാൻ കരുതി റൈസ് ഉണ്ടാക്കുക. റൈസ് ആകുമ്പോൾ കറി വേറെ ഒക്കെ ഉണ്ടാക്കണം, നമ്മൾ സാധാ ചോറും കറിയെല്ലാം ഉണ്ടാക്കണം. അപ്പം ഞാൻ വിചാരിച്ച് പൊട്ടറ്റോ ഇരിപ്പുണ്ട്, അപ്പോൾ പൊട്ടറ്റോ ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വെച്ചു. അതായത് പൊട്ടറ്റോ നല്ലപോലെ ഫ്രൈ ഒക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി റൈസ് ഉണ്ടാക്കുക. അതാകുമ്പോൾ വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ എല്ലാ പൊട്ടറ്റോവും തൊലി കളഞ്ഞെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് മസാല മാരിനേറ്റ് ചെയ്യണം. ഇതിനു വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ അറബിക് മസാല ഉണ്ടല്ലോ, അത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന മസാല അത് ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ അതില്ല, ചിക്കൻ മസാല ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആ മസാല ഉള്ളത് കൊണ്ട് അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പൊട്ടറ്റോ എല്ലാം നല്ല പോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്യണം. ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം, എങ്കിലേ പൊട്ടറ്റോ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു പൊട്ടറ്റോ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം, അപ്പോൾ അത് മനസ്സിലാവും. ഇതാ പൊട്ടറ്റോ ഒക്കെ നല്ലപോലെ ഒരു സൈഡായിട്ട് അത് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ പൊട്ടറ്റോ എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ നേരിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് വാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഈ സമയം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കതില്ല എങ്കിൽ തക്കാളി ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അരിഞ്ഞ് ചേർത്താലും അങ്ങനെയും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ പേസ്റ്റ് ഉള്ളതുകൊണ്ട് അതാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പിന്നെ 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൊമാറ്റോ പേസ്റ്റൊക്കെ നല്ലപോലെ ആ സവാളയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഈ സമയം നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ട് കുക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനിതാ റൈസ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിന് മുകളിലായി നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിലുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള
ഫ്രൈഡ് പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റൈസ് തന്നെയാണിത്. അപ്പം ഞാൻ ഇന്നിത് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഞാൻ നമ്മുടെ തൈരുണ്ടല്ലോ, തൈര് സവാളയൊക്കെ ഇട്ട് റൈത്ത, അതും അച്ചാറും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.